13,000 കോടി രൂപയുടെ പദ്ധതികൾ ബീഹാറിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി നിതീഷ് കുമാറും പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. ഏഷ്യയിലെ ഏറ്റവും വീതിയുള്ള 6 വരി പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിനും RJDക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. ബഹുസ്വരായിലെ 6 വരിയുള്ള പാലം ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചത്. ആകെ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ബീഹാറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സുപ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു. തുടർന്ന് റാലി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി കോൺഗ്രസിനും RJDക്കുമെതിരായി വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. പുതിയ നിയമം വരുന്നതിൽ കോൺഗ്രസും RJDയും ഇടതു പാർട്ടികളും ഭയപ്പെട്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 50 മണിക്കൂർ തുടർച്ചയായി ജയിലിൽ കിടന്നാൽ ജോലി നഷ്ടമാകും. എന്നാൽ ജയിലിലാകുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അതിനുള്ളിൽ നിന്നും ഭരണം ആസ്വദിക്കുകയാണെന്നും ജയിലിനുള്ളിൽ നിന്ന് സർക്കാർ ഉത്തരവുകൾ ഇറക്കിയിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നുവെന്നും മോദി പറഞ്ഞു. कि अगर किसी छोटे सरकारी कर्मचारी को 50 घंटे तक हिरासत में रख दिया तो अपने आप वो सस्पेंड हो जाता है. लेकिन अगर कोई मुख्यमंत्री है, कोई मंत्री है, कोई प्रधानमंत्री है तो वो जेल में रह करके भी सत्ता का सुख पा सकता है. ये कैसे हो सकता है? ഇപ്പോഴത്തെ ഭരണത്തിന് മുൻപ് എന്തായിരുന്നു ബീഹാറിലെ അവസ്ഥ? RJDയുടെ ഭരണത്തിന് കീഴിൽ മുഴുവൻ ഇരുട്ടിലായിരുന്നു ബീഹാർ എന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച കാര്യമായ പ്രതികരണം നടത്താതിരുന്ന പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അതിശക്തമായി വിമർശനമുന്നയിച്ചാണ് തന്റെ സംസാരം അവസാനിപ്പിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.